ഹലോ കൂട്ടുകാരെ, ഞങ്ങളിന്ന് കോളേജിൽ നിന്നും ഭൂമിത്രസേന ക്ലബിന്റെ നേതൃത്വത്തിൽ ജിത് സാറിന്റെ ഒപ്പം ഞങ്ങളെല്ലാവരും MCFിലേക്ക് പോയി. അരുവാപുലം ഗ്രാമപഞ്ചായത്തിലെ കല്ലേരി എന്ന് പറഞ്ഞ സ്ഥലത്തുള്ള MCFിലേക്കാണ് പോയത്. അപ്പോൾ അവിടെ പോയത് ഹരിതകർമ്മ സേനക്കാരുടെ സെഗ്രിഗേഷനും അവരുടെ എല്ലാത്തിനെയും കുറിച്ചുള്ള ഒരു സർവേ എടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ബാക്കി കാര്യങ്ങളൊക്കെ ഇത് വീഡിയോയിൽ പറയുന്നുണ്ട്. അപ്പൊ എല്ലാരും വീഡിയോ പോയി കാണും. അവിടെ കൊണ്ടുപോയി അവിടെ നിന്ന് അവര് സെഗ്രിഗേഷന് ശേഷമാണ് ഇവിടെ വരുന്നത്. ഇവിടെ കൊണ്ടുവരും. ഇവിടെ വന്നിട്ട് കാരണം വാർഡുകളിൽ നമുക്കത് എടുത്ത് കൊണ്ടുവരിക, ഓരോ വീടുകളിൽ നിന്ന് പോയി അവിടെ കൊണ്ടുവച്ചിട്ട് തിരിച്ച് ഇവിടെ വന്നിട്ടാണ് അതൊരു സെഗ്രിഗേറ്റ് ചെയ്യും. സെഗ്രിഗേഷനെ കുറിച്ച് ഇവർക്കൊന്ന് പറഞ്ഞു കൊടുക്കണം. അനീഷയോ റീനിഷോ ആരെങ്കിലും സെഗ്രിഗേഷൻ എന്താണ് പറഞ്ഞു കൊടുത്താൽ മതി. എങ്ങനെയാണ് നിങ്ങൾ സെഗ്രിഗേറ്റ് ചെയ്യുന്നത്? പ്രസിഡന്റ് അനീഷ, സെക്രട്ടറി റീന, ഇവരാണ് ഇത്രയും പേരെ മാനേജ് ചെയ്യുന്നത്. നമുക്ക് പ്ലാസ്റ്റിക് തരം തിരിക്കാൻ നമുക്ക് 8 തരത്തില്, അതായത് LD1, LD സെക്കൻഡ്, TP ഫസ്റ്റ്, TP സെക്കൻഡ്, പിന്നെ പെറ്റ് ബോട്ടിൽ എന്ന് പറയും, HDP, പിന്നെ ബാക്കി വരുന്നതെന്ന് പറഞ്ഞാൽ ഈ HM വൈറ്റും കളറും. HM എന്ന് പറഞ്ഞാൽ നമ്മുടെ HDP ഉണ്ട്, നമ്മുടെ ഹാർപ്പിക്കിൻ്റെ ഒക്കെ ഉള്ളത്. അത് സെപ്പറേറ്റ് വെക്കും. എണ്ണ വേറെ വെക്കും. പിന്നെ കുടിവെള്ളത്തിൻ്റെ യൂസ് വേണം. കളറെല്ലാം മാറ്റും. പച്ചക്കിളവിലെ നമ്മൾ ജനലൊക്കെ വരുന്നു, അത് വേറെ സെപ്പറേറ്റ് ആയിട്ട് വരും. അങ്ങനെയാണ് വെച്ച് മാറ്റും. പിന്നെ LD1, LD2 എന്ന് പറഞ്ഞാൽ LD1 എന്ന് പറഞ്ഞാൽ വെള്ളത്തിൻ്റെ കളർ. അതിന് നമുക്ക് LD1 പിന്നെ സെപ്പറേഷൻ കൂടെ ഉണ്ട്. അതും ചെല്ലുന്നുണ്ട്. TP1, TP2 ഉണ്ട്. സ്പേസ് കുറവാണ്. ഇതിനായിരിക്കും കൺവെയർ വെച്ച് അല്ലെങ്കിൽ സോർട്ടിംഗ് ടേബിൾ ഇതിനകത്ത് എഴുതിയിട്ടുണ്ട്. HDP ആണ് ഇത് തരം മാറ്റുന്നത്. അതൊക്കെ റീസെന്റ് പോകുന്നത്. അതെ, ഇത് വെള്ളത്തിന്റെ കുപ്പി, ഇതിന് പെറ്റ് ബോട്ടിൽ എന്ന് പറയും. വെള്ളത്തിന് നമ്മള് ഇതിന്റെ അടുപ്പ് ഊരി എടുക്കും. എടുത്ത് നമ്മൾ ചളുക്കിയാണ് നമ്മൾ കൊടുക്കുന്നത്. ഇപ്പൊ ഞങ്ങളുടെ ചളുക്കി അടപ്പ് നമ്മൾ സെപ്പറേറ്റ് കൊടുക്കുമായിരുന്നു. ഈ ഇതിന്റെ കുപ്പിക്കകത്ത് തന്നെ വെള്ള ഈ കളറുകൾ കാണുമല്ലോ, അത് നമ്മളിപ്പോ സെപ്പറേറ്റ് ആണ്. നേരത്തെ എല്ലാം ഒരുമിച്ചായിരുന്നു, ഇപ്പൊ നമ്മൾ സെപ്പറേറ്റ് ആയിട്ടാണ് കൊടുക്കുന്നത്. പിന്നെ ഇങ്ങനത്തെ ഈ ടിന്നുകളൊക്കെ അതും നമ്മളിപ്പോ സെപ്പറേറ്റാ അവര് വന്ന് എടുക്കുന്നത്. അതും സെപ്പറേറ്റ് ആയിട്ടാണ് കൊടുക്കുന്നത്. അടപ്പുകളെല്ലാം ഊരും. പിന്നെ ഇങ്ങനത്തെ അലൂമിനിയത്തിന്റെ ഇതിന്റെ ഇത് രണ്ട് ഐറ്റം ആയിട്ടാ. ഇത് നമുക്ക് അലൂമിനിയം ആയിട്ട് പോകുന്നത്. ഇത് തകരത്തിൽ ഇതൊക്കെയാണ് പൊടിക്കാൻ. പിന്നെ ഈ ഹസാർഡസ് ആയിട്ടുള്ള സാധനങ്ങളൊക്കെ, അപകടകരമായിട്ടുള്ള സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ ചിലതൊക്കെ. അന്ന് ക്ലീൻ കേരളക്കാർ വന്നപ്പോ ചില കാര്യങ്ങൾ അവർ എടുക്കത്തില്ലെന്ന് പറഞ്ഞായിരുന്നു. സിറിഞ്ചിൽ പക്ഷെ ഞങ്ങൾക്ക് അവിടെ കിട്ടാറുണ്ട്. ഈ മെഡിക്കൽ കോളേജ് ഭാഗത്തു നിന്നുള്ള വാർഡിൽ നിന്ന് വരുന്നതിനകത്തൊക്കെ അത് വരുന്നുണ്ട്. പക്ഷെ നമ്മൾ ഹരിതകർമ്മ സേനയോട് പറയുന്നുണ്ട്, വീടുകളിൽ നിന്ന് നിങ്ങളത് കളക്ട് ചെയ്യുമ്പോൾ അവിടെ തന്നെ കുടഞ്ഞിട്ട് ഇങ്ങനെയുള്ള വേസ്റ്റ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്തിട്ട് എടുക്കാം. ഇവിടെ കൊണ്ടുവന്നാൽ നമുക്ക് ബുദ്ധിമുട്ടാണ്. എന്ന് വെച്ചാൽ പലരുമാണ് ഇത് കൈകാര്യം ചെയ്യുന്നത്. അറിയാതെ കയറി തൊട്ട് കഴിഞ്ഞാൽ കൈ സിറിഞ്ച് കൊണ്ട് കയറുന്ന ഇതും കാണുന്നുണ്ട്. പിന്നെ പാൽക്കവറും എണ്ണക്കവറും സെപ്പറേറ്റ് ആണ്. പറഞ്ഞിട്ടുണ്ട് ഇത് സെപ്പറേറ്റ് ആയിട്ട് തന്നെ കഴുകി വെക്കണമെന്ന്. ഇതിനകത്ത് നിന്നാണ് ഞങ്ങൾ തരം തിരിച്ചപ്പം ഞങ്ങളുടെ വീട്ടിലൊക്കെ ഇതേപോലെ അത് മാറ്റിയാണ് വെക്കുന്നത്. അവര് പറഞ്ഞിട്ടുണ്ട് ഇത് സെപ്പറേറ്റ് ആയിട്ട് വെക്കണമെന്ന്. ഓരോ മാസവും എല്ലാ മാസവും പ്ലാസ്റ്റിക്, അതിനൊപ്പം തന്നെ ഓരോ മാസവും ഇവർ ഈ പറയുന്ന മാലിന്യങ്ങളെല്ലാം അവർ ശേഖരിക്കും. അതുകൊണ്ടാണ് ഇപ്പം നിങ്ങൾ വിചാരിക്കും ഒരു കൊച്ചു കവറിനകത്ത് 50 രൂപയ്ക്ക് പ്ലാസ്റ്റിക്കും കൊടുക്കും, 50 രൂപയും അവർ വാങ്ങിച്ചുകൊണ്ട് പോകുന്നു എന്നൊരു തിങ്കിങ് എല്ലാവർക്കും ഉണ്ട്. പക്ഷെ അങ്ങനല്ല, ഇതിൻ്റെ പിന്നിൽ ഒരുപാട് കഷ്ടപ്പാടുണ്ട്. ഞങ്ങൾ സെഗ്രിഗേറ്റ് വെച്ചിരിക്കുന്നതാണ്.
ടീമുകൾ മാത്രം. അവിടെ പീരിയോഡിക്കായിട്ട് ചെരുപ്പുകളൊന്നും എടുക്കാറുണ്ടല്ലോ. ചെരുപ്പുകൾ അത് ലെഗസിയാണ്. ലെഗസിയാണോ? അത് ലെഗസി. ചെരുപ്പ് ബാഗില് ചെരുപ്പുകൾ അവർ ഇടയ്ക്കിടയ്ക്ക് പറയും, നേരത്തെ ഒന്ന് പറയും അടുത്ത ആഴ്ച ചെരുപ്പിട്ട് ഓരോ മാസം ഓരോ ഇത് പെറ്റ്കോട്ടിൽ ഇത് നമ്മള് കളറുകൾ മാറ്റി വരുന്നത്. ഇത് മിൽമാണ്. ഇത് ഷിമികവറിന്റെ വെള്ള തുറക്കാണ്. സപ്ലൈ കോഡ് തന്നെ. ഇപ്പൊ വണ്ടി വരുമ്പോ നമ്മൾ സെപ്പറേറ്റ് തന്നെ എടുത്ത് പുറത്ത് കൊടുക്കണം. സെക്രേറ്റ് ചെയ്തിരിക്കുന്നതിന് ഇത്രയും കഷ്ടപ്പെട്ടിട്ടാണ് ഞങ്ങളിത് ചെയ്തു വരുന്നത്. ചില വീടുകളിൽ ചെല്ലുമ്പോൾ സാറേ എന്താ വെച്ചാൽ 50 രൂപ തരുന്നില്ല എന്തെല്ലാം പറയുന്നറിയാമോ. പക്ഷെ എന്ത് കഷ്ടം ഇതിന് അനുഭവിക്കുന്നത് ഞങ്ങൾക്ക് അറിയുന്നു. മാത്രമല്ല ഈ പ്രകൃതി സംരക്ഷണമായിട്ട് ഈ സാധനം എല്ലാം ഇതിനകത്തല്ലേ ഇടുന്നത്. ഇവിടെ തന്നെ ഓരോ ചില മാസങ്ങള് 1000 കിലോ 1500 കിലോ ഒരു ടൺ 2 ടൺ അത് പോകും. പിന്നെ ഇത് ലോഡൊന്നും മൊത്തം കയറ്റി വിടണമല്ലോ. അതിന്റെ ഇവിടുത്തെ കോർഡിനേറ്റർ ആണ് അദ്ദേഹം. സാറ് നിങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു ഇവരുടെ പ്രവർത്തനം. IRTCയെ പരിചയപ്പെടും. IRTC ഒരു ഗവേഷണ സ്ഥാപനം. പാലക്കാട് മുണ്ടൂരാണ് IRTCയുടെ ആസ്ഥാനം. അവിടെയാണ് IRTCയുടെ ഗവേഷണശാലയും അനുബന്ധ സ്ഥാപനങ്ങളൊക്കെ ഉള്ളത്. IRTC നമ്മുടെ നാട്ടിൽ ജനങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന രീതിയിൽ സയൻസ് എങ്ങനെ ഉപയോഗിക്കാം എന്നുള്ളതിനെ പറ്റി കുറേയേറെ കാലമായിട്ട് ഗവേഷണം നടത്തുന്ന ഒരു സ്ഥാപനം. അതിൻ്റെ ഭാഗമായിട്ടാണ് മാലിന്യ സംസ്കരണ രംഗത്തോട്ടുകൂടി IRTC വന്നത്. ഇപ്പോൾ ഹരിത സഹായ സ്ഥാപനം എന്നുള്ള നിലയ്ക്ക് IRTCയെ പഞ്ചായത്ത് കോൺട്രാക്ട് വെച്ച് അപ്പോയിന്റ് ചെയ്തിട്ടുണ്ട്. സർക്കാർ അങ്ങനെ ഹരിത സഹായ സ്ഥാപനത്തെ അപ്പോയിന്റ് ചെയ്യാൻ അനുവദിക്കുന്നുണ്ട്. ഹരിതകർമ്മ സേനയുടെ പ്രവർത്തനം മെച്ചപ്പെടുത്തുന്നതിനും ചിട്ടപ്പെടുത്തുന്നതിനും ഒക്കെ. അപ്പം ഞങ്ങളിവിടെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് IRTC ചെയ്യുന്നത് യഥാർത്ഥത്തിൽ ഹരിതകർമ്മ സേനയെ സംരംഭക യൂണിറ്റുകളായി കൂടി മാറ്റിക്കൊണ്ട് ചെറിയ സംരംഭങ്ങൾ ഹരിതകർമ്മസേന അംഗങ്ങളെ കൊണ്ട് തുടങ്ങിച്ചുകൊണ്ട് അതിൻ്റെ വരുമാനം കൂടി ഹരിതകർമ്മസേനയ്ക്ക് കിട്ടുന്ന നിലയിലേക്ക് മാറ്റണം എന്നുള്ളതാണ് IRTC ആഗ്രഹിക്കുന്നത്. ഇവിടെ അതൊന്നും ആയിട്ടില്ല. ഒരു സംരംഭം ഈ മാസം തുടങ്ങും. ഒരു LED റിപ്പയറിംഗ് യൂണിറ്റ് ഈ മാസം തുടങ്ങാൻ ഉള്ള ആലോചനയുണ്ട്. അപ്പോൾ നമ്മുടെ വീടുകളിൽ നോക്കി LED നിങ്ങൾ ഇലക്ട്രോണിക്സ് പഠിക്കുന്ന ആരെങ്കിലും ഉണ്ടോ? ഇല്ല. LED നമ്മുടെ ഈ ബൾബിനകത്ത് LED കണക്ട് ചെയ്തിരിക്കുന്നത് സീരിയലായിട്ടാണ്. അതായത് ഒരെണ്ണം ഫ്യൂസായി കഴിഞ്ഞാൽ ആ ബൾബ് കത്താതെ വരും. അപ്പോൾ ആ ഒരെണ്ണം കണ്ടുപിടിച്ച് സോൾഡർ ചെയ്ത് കൊടുത്താൽ മതി. കണക്ഷൻ ത്രൂ ആക്കി കഴിഞ്ഞാൽ ഇത് പ്രവർത്തിക്കും. വലിയ ചിലവൊന്നുമില്ല. അപ്പോൾ പഴവസം അല്ലെങ്കിൽ കളയുന്ന EVS എന്ന് പറഞ്ഞാൽ കളയുന്ന LED വീടുകളിൽ നിന്ന് ശേഖരിക്കുകയും ഇത് കൊണ്ടുവന്ന് നന്നാക്കി കൊടുക്കാൻ കഴിയുകയും ചെയ്താൽ, ഒരു വിലയ്ക്ക് കൊടുക്കാൻ കഴിയുകയും ചെയ്താൽ ഒരു സംരംഭക യൂണിറ്റാണ്. അതുപോലെ നിരവധി സംരംഭക യൂണിറ്റുകൾ സംസ്ഥാനത്തിന്റെ പല ഭാഗങ്ങളിലും IRTC നടത്തുന്നുണ്ട്. IRTC അല്ല, ഇതുപോലെയുള്ള ഹരിതകർമ്മസേന അംഗങ്ങൾ നടത്തുന്നുണ്ട്. അപ്പോൾ ആ നിലയ്ക്ക് ഇവിടെ ഈ പ്രവർത്തനം ഒന്ന് മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ട് കൂടിയാണ് IRTC ഇപ്പോൾ ആഗ്രഹിക്കുന്നത്. ഇപ്പോൾ നിലവിൽ IRTC ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇവരുടെ പ്രവർത്തനത്തെ ഒന്ന് ചിട്ടപ്പെടുത്തുക എന്നുള്ളത്. തുല്യ ജോലിയും തുല്യ വേതനവും സർക്കാരിൻ്റെ ഒരു ആശയം. ആ ആശയം പേർന്ന സർക്കാർ ഗവൺമെന്റ്. അപ്പോൾ തുല്യ ജോലിയും തുല്യ വേതനവും ആവുക എന്നുള്ളത് ഇതിൻ്റെ ആദ്യത്തെ ഈ മുന്നോട്ട് പോക്കിൻ്റെ ആദ്യത്തെ ഒരു മാനദണ്ഡം. അപ്പം അങ്ങനെ ആക്കുന്നതിന് വേണ്ടി IRTC കണ്ടെത്തിയൊരു മാർഗം, ഒരു വാർഡിന് കുറച്ച് ക്ലസ്റ്ററുകളായി, വീടുകളുടെ ക്ലസ്റ്ററുകളായി ഒരു 70-80 വീടുള്ള ഒരു 7-8 ക്ലസ്റ്ററായിട്ട് പിടിക്കുന്നു. 4 വാർഡ് ചേർത്ത് ഒരു റീജിയൻ, ജോഗ്രഫിക്കൽ ലൊക്കേഷൻ അടുത്ത് വരുന്ന 4 വാർഡുകൾ ചേർത്ത് ഒരു റീജിയൻ ഉണ്ടാക്കി. ആ റീജിയനിൽ 4 വാർഡിലും ചേർന്ന് 8 ഹരിതകർമ്മ സേന അംഗങ്ങൾ ഉണ്ടാവും.
ഒരു വാർഡ് 2 പേര് വെച്ചാൽ ഈ 8 പേരും കൂടെ ആദ്യത്തെ വാർഡിൽ ആദ്യത്തെ ദിവസം ഇറങ്ങും. 4 ക്ലസ്റ്ററിൽ ഇറങ്ങും. അടുത്ത ദിവസം അടുത്ത 4 ക്ലസ്റ്ററിൽ 2 ദിവസം കൊണ്ട് വാർഡ് തീരും. അങ്ങനെ ഒരു 4 ദിവസം കൊണ്ട് 4 വാർഡ് അടങ്ങുന്ന റീജിയനാണെങ്കിൽ അത് തീരും. അങ്ങനെ എല്ലാ റീജിയനും ആ നിലയ്ക്ക് തീരുകയും ഈ തീരാനുള്ളതുണ്ടെങ്കിൽ അത് ഹരിതകർമ്മസേന അംഗത്തിന്റെ അപര്യാപ്തതയുള്ള സ്ഥലമാണ്. അപ്പൊ അവിടേക്ക് കുറവുള്ള ആൾക്കാരെ, ഈ കയറാൻ വീട് കുറവുള്ള ആൾക്കാരെ നിയോഗിക്കുകയും അങ്ങനെ തുല്യമായി ജോലി ചെയ്യിപ്പിക്കുകയും വേതനം തുല്യമായിട്ട് വീതിക്കുകയും ചെയ്യുകയും അതോടൊപ്പം വീട് കയറുന്നത്, വീട്ടിൽ നിന്ന് മാലിന്യം കളക്ട് ചെയ്യുന്നത്, വീട്ടുകാർക്കുള്ള പെരുമാറ്റം ഒക്കെ ഒന്ന് മെച്ചപ്പെടുത്താനുള്ള ശ്രമം നടത്തി അതിനുള്ള ഇടപെടൽ നടത്തുകയും ഇത് കളക്ട് ചെയ്ത് കൊണ്ടുവരുന്ന മാലിന്യം ഇപ്പൊ ഇന്ന് വരെ ക്ലീൻ കേരള കമ്പനിക്ക് അവരുടെ വണ്ടി വരുന്നത്. ക്ലീൻ കേരള കമ്പനിയാണ് നമ്മുടെ മാലിന്യം എടുക്കുന്നത്, പ്ലാസ്റ്റിക് മാലിന്യം എടുക്കുന്നത്. അപ്പൊ അതില് ഇവിടെ കൊണ്ടുവന്നിട്ട് ഇത് ഇവര് കളക്ട് ചെയ്ത ശേഷം മിനി MCF, ഓരോ വാർഡിലെ മിനി MCF അസോസിയേഷൻ, അത് മിനി MCF മറയുന്ന മുറയ്ക്കെടുത്ത് ഇവിടെ കൊണ്ടുവരും. ഇതാണ് നമ്മുടെ MCF. അപ്പൊ ഇവിടെ വെച്ച് ഇത് സെഗ്രിഗേറ്റ് ചെയ്യും. പ്ലാസ്റ്റിക് ആണെങ്കിലും റീസൈക്കിൾ ചെയ്യാൻ പറ്റുന്ന പ്ലാസ്റ്റിക്, അല്ലാത്ത പ്ലാസ്റ്റിക് ഒക്കെ ഉണ്ട്. ക്ലീൻ കേരള കമ്പനി എടുക്കുന്നത് അങ്ങനെ സെഗ്രിഗേറ്റ് ചെയ്ത പ്ലാസ്റ്റിക്കാണ്. പല ഒരു 7-8 തരങ്ങളായിട്ട് പ്ലാസ്റ്റിക് സെഗ്രിഗേറ്റ് ചെയ്യും. അങ്ങനെ സെഗ്രിഗേറ്റ് ചെയ്ത പ്ലാസ്റ്റിക് അവർ വന്ന് എടുക്കുകയും അതിനൊരു വില അവർക്കറിയുകയും ചെയ്യും. ആ പണവും കൂടി ഹരിതകർമ്മസേന അംഗങ്ങളുടെ വരുമാനത്തിലേക്ക് വരും. അങ്ങനെയാണ് ഹരിതകർമ്മസേനയുടെ പ്രവർത്തനം നടക്കുന്നത്. പ്ലാസ്റ്റിക് നമ്മളിപ്പോൾ കയറ്റിവിടുന്നത് കഴിഞ്ഞ മാസം 2 ലോഡാണ്. 2 ലോഡെന്ന് പറഞ്ഞാൽ 1 ലോഡ് 3500 കിലോ, 2 ലോഡ് 7000 കിലോ, 7 ടൺ പ്ലാസ്റ്റിക്കാണ് കഴിഞ്ഞ മാസം ഈ പഞ്ചായത്തിൽ ഈ MCF ക്ലീൻ കേരള കമ്പനി കൊണ്ടുവരും. അങ്ങനെ പറയുമ്പോൾ നിങ്ങൾ ആലോചിക്കണം, ഓരോ ദിവസവും നമ്മുടെ വീടുകളിൽ ഉണ്ടാകുന്ന പ്ലാസ്റ്റിക് മാലിന്യം എത്രത്തോളം ഉണ്ട്. നമ്മുടെ വീട്ടിലെ ചിലപ്പോൾ 5-6 ടോറ കാണത്തില്ല, ചിലപ്പോൾ നമ്മളെല്ലാം കത്തിക്കും. പക്ഷേ ഇത് ഒരു പഞ്ചായത്തിലെ കൂട്ടി നോക്കുമ്പോൾ വലിയൊരു അളവ് പ്ലാസ്റ്റിക് മാലിന്യം. ഇത് റീസൈക്കിൾ ചെയ്യാൻ പറ്റുന്നതാണ്, പറ്റുന്നതും പറ്റാത്തതുണ്ട്. റീസൈക്കിൾ ചെയ്യാൻ പറ്റുന്നതും കൂടി ഈ പറയുന്ന കത്തിക്കുന്ന നിലയിലേക്ക് പോയി കഴിഞ്ഞാൽ, ഇപ്പോൾ കഴിഞ്ഞ വർഷവും അതിന് മുമ്പത്തെ വർഷമൊക്കെ നമ്മൾ അനുഭവിച്ച വലിയ ചൂടുണ്ട്. അതിൻ്റെ ഒരു കാരണം, ആഗോളതാപനത്തിൻ്റെ ഒരു കാരണം ഇതുകൂടിയാണ്. പരിസ്ഥിതി സംബന്ധമായ ഒരു മാനം കൂടി അതിനുണ്ട്. അപ്പോൾ ഇത്രയും കാര്യമാണ് IRTC വേണ്ടി നമ്മളിവിടെ പറയാനുള്ളത്.